ബാക്ക് ടു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ്. സി പ്ലസ് പ്ലസുമായിട്ട് ബന്ധപ്പെട്ട ചില തിയററ്റിക്കൽ ആസ്പെക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന ചാപ്റ്റർ നമ്പർ 5 ആണ് നമ്മൾ ഡിസ്കഷനിലേക്ക് വരുന്നത്. ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ് ചാപ്റ്റർ നമ്പർ 5. ഓക്കെ, നമുക്ക് എന്താണ് ഇതിനകത്ത് പറയുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് ഡേറ്റ ടൈപ്പ് എന്നുള്ള ഒരു സബ് ഹെഡിങ് ആണ്. അതിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡേറ്റ ടൈപ്പ്. സോ വാട്ട് ഇസ് ഡേറ്റ ടൈപ്പ്? സോ വി ക്യാൻ റൈറ്റ്, നമുക്ക് ഇങ്ങനെ പറയാം, ഡേറ്റ ടൈപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയാം. ഡേറ്റ ടൈപ്പ് defines nature of data and set of operations defined on the data. ഇപ്പോൾ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. എന്താണ്? നേച്ചർ ഓഫ് ഡേറ്റ, ഡേറ്റയുടെ നേച്ചർ എന്താണ്, പിന്നെ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ഓൺ ദ ഡേറ്റ. ആ ഡേറ്റയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡേറ്റ ടൈപ്പിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഡേറ്റ ടൈപ്പിനകത്ത് എന്താ ഉള്ളത്? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഡേറ്റയുടെ നേച്ചർ എന്താണ്, മറ്റ് ആ ഡേറ്റയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഓപ്പറേഷൻ സെറ്റ് ഏതൊക്കെയാണ്. അപ്പോൾ നേച്ചർ ഓഫ് ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേച്ചർ ഓഫ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇൻറ്റിജർ ആണോ, അല്ലെങ്കിൽ ഫ്ലോട്ട് ആണോ, അല്ലെങ്കിൽ ക്യാരക്ടർ ആണോ, അങ്ങനെയുള്ളതിനാണ് നേച്ചർ ഓഫ് ഡേറ്റ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ഒരു ഇൻറ്റിജർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 10, 20 ഇത് രണ്ട് ഇൻറ്റിജർ നമ്പറാണ്. ഈ നമ്പറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്താ? ആഡ് ചെയ്യാം അല്ലേ, അതുപോലെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ, അതുപോലെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡേറ്റ ടൈപ്പ് പറയുമ്പോൾ ഇപ്പോൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന വാല്യൂ ഏതാണ്? പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളാണ്. അതാണ് അതിൻ്റെ നേച്ചർ. അതിലെന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും? പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് വാട്ട് ഡേറ്റ ടൈപ്പ്. ഡേറ്റ ടൈപ്പ് ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് ദ ഡേറ്റ ആൻഡ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ഓൺ ദ ഡേറ്റ. ഡേറ്റയുടെ ടൈപ്പ് എന്താണ്, അതുപോലെ ആ ഡേറ്റയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, ഈ കാര്യമാണ് നമ്മൾ എന്തിൽ പറയുന്നത്? ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ഇനി നമുക്ക് C++ ഡേറ്റ ടൈപ്പ് എടുക്കാം. C++ലെ ഡേറ്റ ടൈപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്കതിനെ ബ്രോഡ്ലി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഈ ചിത്രം നിങ്ങൾ ഓർത്തിരിക്കണം. C++നെ പ്രധാനമായിട്ട് 3 ഡേറ്റ ടൈപ്പ് ഉള്ളത്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്, മറ്റൊന്ന് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്, മറ്റൊന്ന് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇതിൽ ഈ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. മറ്റ് രണ്ടും എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. എന്താണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് എന്താണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ഈ പ്രോഗ്രാമർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഡേറ്റ ടൈപ്പ് ഡിഫൈൻഡ് ബൈ പ്രോഗ്രാമർ ഹിംസെൽഫ്. ഒരു പ്രോഗ്രാമർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് പിന്നെ ഈ ക്ലാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? ക്ലാസ് എന്നുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ സ്ട്രക്ചർ എന്നൊരു സംഭവമുണ്ട്. സ്ട്രക്ചർ ഇതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ് പഠിക്കും. ഓക്കെ, ഹയർ ക്ലാസ് പഠിക്കും. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിന് എക്സാമ്പിൾ എന്താ വെച്ചാൽ ഈ പേരുകൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ക്ലാസ്, സ്ട്രക്ചറൊക്കെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിന് എക്സാമ്പിൾസ്. എന്താണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്? പ്രോഗ്രാമർ സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്പിനെയാണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദർ. ഇനി അടുത്ത സംഭവമാണ് ഈ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ഡേറ്റ ടൈപ്പാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഓൾറെഡി ഉള്ള ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്സ് C++ൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിനെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ഡേറ്റ ടൈപ്പാണ് ഡിറൈവ്ഡ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പഠിക്കുക. അരേ എന്നുള്ളൊരു എക്സാമ്പിൾസ്, അരേ, പോയിൻ്റർ, ഇതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ് പഠിക്കും. അരയെക്കുറിച്ച് എന്തായാലും നമുക്ക് സെക്കൻഡ് ഇയർ ഡിസ്കസ് ചെയ്യും. പോയിൻ്റർ നിങ്ങൾ ഹയർ ക്ലാസ് പഠിക്കും. ഓക്കെ, ഇതാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഇത് രണ്ടും ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്താണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പുതിയ ഡേറ്റ ടൈപ്പാണ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അരേ ഒരു എക്സാമ്പിളാണ്,
ദെൻ മറ്റൊരു എക്സാമ്പിൾ എന്താണ്, പോയിൻ്റർ മറ്റൊരു എക്സാമ്പിളാണ്. ഇനിയും വേണമെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സംഭവമുണ്ട്, അതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത് ഇത് രണ്ടും വിശദമായിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പഠിച്ചിട്ട് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ ഇത് രണ്ടും. പിന്നെ അടുത്ത വർഷം നമ്മൾ ചില കാര്യങ്ങൾ അരിയൊക്കെ പഠിക്കും. ഈ വർഷം നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പാണ്. ഈ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിനെ എന്ന് പറഞ്ഞാൽ എന്താണ് ഫണ്ടമെൻ്റൽ? C++ൻ്റെ കൂടെയുള്ള ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്. അതായത് പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഈ ഡേറ്റ ടൈപ്പ് ഏതിനകത്തുണ്ട്, C++ൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ചാൽ മതി. ആ ഡേറ്റ ടൈപ്പ് ഓൾറെഡി ആര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, C++ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഡേറ്റ ടൈപ്പാണ് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്. ഈ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിനെ നമുക്ക് വീണ്ടും പിന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പ്, മറ്റൊന്ന് വോയിഡ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ ടൈപ്പ്, ആൻഡ് തേർഡ് വൺ ഈസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിനെ വീണ്ടും നമ്മൾ എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പ്, വോയിഡ് ഡേറ്റ ടൈപ്പ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിനെയും ഇപ്പോൾ ഇൻ്റഗ്രലിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ എന്നും ക്യാരക്ടർ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കെയർ. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെ ഫ്ലോട്ട് എന്നും ഡബിൾ എന്നും ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു വോയിഡ് എന്നുള്ളൊരു ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് നമ്മൾ പഠിക്കുന്നത് ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പ്, അത് വൺ ഈസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പ്, ദെൻ വോയിഡ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രലിനെ വീണ്ടും ഇൻറ്റ് എന്നായിട്ടും കെയർ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെ പിന്നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ട് എന്നും അതുപോലെ ഡബിൾ എന്നുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി ദർ. നൗ നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. നമ്മൾ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പാണ് പഠിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ C++ കമ്പൈലർ. C++ കമ്പൈലർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ്. അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്. എന്താണ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്, ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്. അതായത് ഓൾറെഡി പിന്നെ ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനെ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ആരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? C++ കമ്പൈലർ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിൽ നമ്മൾ പഠിച്ചല്ലോ, ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് പിന്നെ 3 കാറ്റഗറി ഉണ്ട്, 2 കാറ്റഗറി സോറി 3 കാറ്റഗറി ഉണ്ട്. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പ്, മറ്റൊന്ന് വോയിഡ് ഡേറ്റ ടൈപ്പ്, തേർഡ് വൺ ഈസ് എന്താണ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പ്. ഇങ്ങനെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പ് ഇങ്ങനെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിരിക്കട്ടെ. ഇനി എന്താണ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് നമ്മുടെ C++-നകത്ത് ഇൻറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എന്താണ് ഇൻറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇൻറ്റ് എക്സ് എന്ന് എഴുതും അല്ലേ, ഇൻറ്റ് എക്സ് എന്ന് എഴുതും. എന്നിട്ട് എക്സിനകത്ത് നമുക്ക് 10 അല്ലെങ്കിൽ x = 123 എന്നൊക്കെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് ഇൻറ്റിജർ വാല്യൂ ആണ്. ഇത് പോയിൻ്റ് ഇല്ലാത്ത വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റിജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളെയാണ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്. സോ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇൻറ്റിജേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് എ ഫ്രാക്ഷണൽ പാർട്ട്. പൂർണ്ണസംഖ്യകളാണ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകളാണ്. ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത പൂർണ്ണസംഖ്യകൾ, പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളാണ് ഇൻറ്റിജർ. നമ്മൾ C++ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം അല്ലേ. നമുക്ക് പറയാം ഇൻറ്റ് എക്സ് എന്ന് പറയാം. എക്സിനകത്ത് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാം, x = 123 എന്ന് സ്റ്റോർ ചെയ്യാം. വേണമെങ്കിൽ x = 34 എന്ന് സ്റ്റോർ ചെയ്യാം. പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകൾ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്ന വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പാണ്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്, ഇൻറ്റിജറാണ്. അതിൽ പോയിൻ്റ് ഇല്ലാത്ത വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി അതാണ് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്. പിന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്,
അപ്പോൾ നമുക്കറിയാം ഇത് ഹോൾ നമ്പേഴ്സാണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സാണ് അല്ലേ. പിന്നെ ഒരു പോയിൻ്റ് നോ ഫ്രാക്ഷണൽ പാർട്ട് പോയിൻ്റ് ഇല്ല, ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല അല്ലേ. മൂന്നാമത്തെ പോയിൻ്റ് ഇറ്റ് ടേക്സ് 4 bytes of memory, 4 bytes of memory. It takes 4 bytes of memory. 4 ബൈറ്റ് മെമ്മറി എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 4 bytes of memory. It uses 4 bytes of memory. എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഇൻഡ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇൻഡ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ റാമിനകത്ത് എത്ര ബൈറ്റ് മെമ്മറി എടുക്കും? 4 ബൈറ്റ് മെമ്മറി എടുക്കും. എക്സ് എന്ന വേരിയബിൾ എത്ര ബൈറ്റ് എടുക്കും? 4 ബൈറ്റ് മെമ്മറി എടുക്കും. ഓരോ ബൈറ്റും ഇത് ഫസ്റ്റ് ബൈറ്റ്, സെക്കൻഡ് ബൈറ്റ്, തേർഡ് ബൈറ്റ്, 4 ബൈറ്റ്. ഒരു ബൈറ്റിൽ എത്ര ബിറ്റ് ഉണ്ടാവും? 8 ബിറ്റ് ഉണ്ടാവും. ഇവിടെ 8 ബിറ്റ് സ്റ്റോർ ചെയ്യുക, ഇതിനകത്ത് 8 ബിറ്റ് സ്റ്റോർ ചെയ്യുക, ഇവിടെ 8 ബിറ്റ് സ്റ്റോർ ചെയ്യുക, ഇവിടെ 8 ബിറ്റ് സ്റ്റോർ ചെയ്യുക, ഇവിടെ 8 ബിറ്റ് സ്റ്റോർ ചെയ്യുക. അങ്ങനെ 4 × 8 is equal to 32 ബിറ്റ്സ് സ്റ്റോർ ചെയ്യാം. 32 ബിറ്റ്സ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 4 ബൈറ്റ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 32 ബിറ്റ്സ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇൻറ്റിജറിൻ്റെ പ്രത്യേകത അതിനകത്ത് ഈ ഹോൾ നമ്പർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രാക്ഷൻ പാർട്ട് പറ്റില്ല. പിന്നെ ഇൻറ്റിജർ 4 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യും. 4 ബൈറ്റ്സ് മെമ്മറി യൂസ് ചെയ്യും. ഈ 4 ബൈറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഓരോ കമ്പൈലറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. 4 ബൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് കമ്പൈലറിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. തൽക്കാലം നമ്മൾ മനസ്സിലാക്കുക 4 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബൈറ്റ് മെമ്മറി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണവും ദോഷവും എന്താണെന്നൊരു ചോദ്യം ഉണ്ടാവും. എന്താണ് ഇപ്പോൾ 4 ബൈറ്റ് ഉപയോഗിച്ചുള്ള മെച്ചം? 4 ബൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ 2 ബൈറ്റാണെന്ന് വിചാരിക്കുക. 2 ബൈറ്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ നമ്പറേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. 4 ബൈറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും എന്തായി കുറേ മെമ്മറി ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി വലിയ നമ്പർ സ്റ്റോർ ചെയ്യാം. 4 ബൈറ്റ്സ് പറഞ്ഞാൽ വലിയ നമ്പർ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട് ഇൻറ്റിജറിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ -21474836448. ഏറ്റവും വലിയ വാല്യൂ +21474836447 എന്ന് പറഞ്ഞാൽ ഇത്ര ചെറിയ വാല്യൂയും ഇത്ര വലിയ വാല്യൂയും പിന്നെ അതിനിടയ്ക്കുള്ള വാല്യൂയും നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാം? ഇൻറ്റിജറിനകത്ത് സ്റ്റോർ ചെയ്യാം. ഇൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ -21474836448 ആണ്. ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് +21 47 48 36 47 എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വാല്യൂ സ്റ്റോർ ചെയ്യാം. അതിൻ്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് 1 സ്റ്റോർ ചെയ്യാം, 0 സ്റ്റോർ ചെയ്യാം, 10 സ്റ്റോർ ചെയ്യാം, 121 സ്റ്റോർ ചെയ്യാം, -123 സ്റ്റോർ ചെയ്യാം, +278 സ്റ്റോർ ചെയ്യാം. പിന്നെ ഇത്രയും ചെറിയ നെഗറ്റീവ് വാല്യൂ സ്റ്റോർ ചെയ്യാം, ഇത്രയും വാല്യൂ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ 2 വാല്യൂവിന് ഇടയ്ക്കുള്ള ഏത് വാല്യൂ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാം? ഇൻറ്റിജറിനകത്ത് സ്റ്റോർ ചെയ്യാം. റെഡിയാണല്ലോ. അപ്പോൾ നമുക്ക് 1 സ്റ്റോർ ചെയ്യാം, -1 സ്റ്റോർ ചെയ്യാം, -1 സ്റ്റോർ ചെയ്യാം, +1 സ്റ്റോർ ചെയ്യാം, -1000 നമുക്ക് ഏത് വാല്യൂ സ്റ്റോർ ചെയ്യാം. ഏറ്റവും ചെറിയ വാല്യൂ ഇതാണ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ, ഏറ്റവും വലിയ വാല്യൂ ഇതിനാണ്. ഇതിന് അപ്പുറമുള്ളൊരു വാല്യൂ ഇപ്പോൾ ഇതിനപ്പുറമുള്ളൊരു വാല്യൂ ആണ് 21 47 48 36 48. ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഏറ്റവും വലിയ വാല്യൂ ഇതാണ്, ഏറ്റവും ചെറിയ വാല്യൂ ഇതാണ്. ഇതിലും ചെറിയൊരു വാല്യൂ ഇത് നെഗറ്റീവാണ്, ശ്രദ്ധിക്കണേ, നെഗറ്റീവാണ്. ഇതിലും ചെറിയൊരു വാല്യൂ ഇതിനും വലിയൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇതിനിടയ്ക്കുള്ള ഏത് വാല്യൂ നമുക്ക് ഇൻറ്റിജറിൽ സ്റ്റോർ ചെയ്യാം. റെഡി? ഓക്കെ. ആ വലിയ നമ്പറൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതൊന്നും ഓർത്ത് വെക്കാൻ നമ്മളോട് സാധിക്കില്ല. ഇത്രയും വലിയ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്ത് മനസ്സിലാക്കുക? 4 ബൈറ്റ്സ് മെമ്മറി യൂസ് ചെയ്യും ഇൻറ്റിജറിനകത്ത് ഹോൾ നമ്പർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രാക്ഷണൽ പാർട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഡൺ. നൗ അടുത്തൊരു ഡേറ്റ ടൈപ്പാണ് ക്യാർ. നമുക്കറിയാമല്ലോ, പിന്നെ നമ്മൾ പഠിച്ചത് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിൽ നമ്മളിവിടെ പഠിച്ചു അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിൽ നമ്മൾ ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പ് എന്നൊരു സംഭവമുണ്ട്. ഇതിന് 2ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാണ് ഇൻഡ്, ഓക്കെ, അടുത്തതാണ് ക്യാർ. അപ്പോൾ ഇൻഡ് നമ്മൾ പറഞ്ഞു, പിന്നെ ഹോൾ നമ്പർ പൂർണ്ണസംഖ്യകളാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക, ഫ്രാക്ഷൻ പാർട്ട് പറ്റില്ല, അല്ലേ, പറ്റില്ല, ഹോൾ നമ്പർ ആയിരിക്കണം, 4 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. എത്രയും കാര്യമാണ് ഇൻറ്റിജറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി അതേപോലെ ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഡേറ്റ ടൈപ്പിൽ വരുന്നതാണ് ഇൻറ്റിജറും ക്യാരക്ടറും. ഓക്കെ. അപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് പറയാം.
ക്യാരക്ടർ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? നമുക്കറിയാം കെയർ ഡാറ്റ ടൈപ്പ് എടുക്കുക. കെയർ ഡാറ്റ ടൈപ്പ് നമുക്കറിയാം എല്ലാ ക്യാരക്ടറിനും എന്തുണ്ട്? C++ലെ എല്ലാ ക്യാരക്ടറിനും ഒരു ആസ്കി വാല്യൂ ഉണ്ട് അല്ലേ? ഒരു ആസ്കി, അതൊരു നമ്പറാണ്. ഉദാഹരണമായിട്ട് എ എന്നുള്ള ക്യാപിറ്റൽ എ എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ 65 അതിൻ്റെ ആസ്കി വാല്യൂ. ബി എടുക്കുകയാണെങ്കിൽ 66 അതിൻ്റെ ആസ്കി വാല്യൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാ ക്യാരക്ടറും ഒരു നമ്പറാണ്. C++നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്യാരക്ടറും ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഇൻറ്റൻ ഉപയോഗിച്ച് ക്യാരക്ടർ സ്റ്റോർ ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ ഇൻറ്റ് കുറേ വലിയ വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടും വേറെ ചില റീസൺ കൊണ്ടും ഇൻറ്റിന് പകരം നമ്മൾ കെയർ എന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. അതിന് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, കാര്യം മാത്രം പറഞ്ഞുതരാം. കെയർ ഡാറ്റ ടൈപ്പ് പിന്നെ C++ൽ 1 ബൈറ്റാണ് യൂസ് ചെയ്യുന്നത്. 1 ബൈറ്റ്, ഒരു ബൈറ്റ് മെമ്മറിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ബിറ്റാ? 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു 8 ബിറ്റ്സ്. 8 ബിറ്റ്സ്. ഇപ്പോൾ 8 ബിറ്റ്സ് പറയുമ്പോൾ എത്ര ഡിഫറെൻറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം? ഡിഫറെൻറ്റ് ക്യാരക്ടർ 2⁸ ഈസ് ഈക്വൽ ടു 256 വ്യത്യസ്തമായിട്ടുള്ള 256 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം 1 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്താൽ. 1 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്താൽ എത്ര ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാം? 256 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ C++ലെ ക്യാരക്ടർ 1 ബൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പറഞ്ഞല്ലോ, ഇത്രയും കാര്യം മനസ്സിലാക്കി. അപ്പോൾ കെയർ എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കുക. കെയർ ഉപയോഗിക്കുന്നത് 1 ബൈറ്റ് മെമ്മറിയാണ്. യൂസ്ഡ് ടു സ്റ്റോർ ക്യാരക്ടേഴ്സ്. ഈ 2 പോയിൻ്റ് ഓർത്താൽ മതി. യൂസ്ഡ് ടു സ്റ്റോർ ക്യാരക്ടേഴ്സ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇതിനെ ഇൻ്റഗ്രൽ, ഈ ഇൻറ്റിജറിൻ്റെ കൂടെ ഇതിനെ എച്ച് കെട്ടി? എന്തുകൊണ്ടാണ്? അല്ല, ഇത് രണ്ടും ഒരേ കാറ്റഗറി ആവാൻ കാരണം എന്താ? ഇൻ്റഗ്രൽ ഡാറ്റ ടൈപ്പാണ്. കാരണം ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറിനും ആസ്കി വാല്യൂ ഉണ്ട്. ആസ്കി വാല്യൂ ഒരു ഇൻറ്റിജർ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എ എന്നുള്ള എയുടെ ആസ്കി വാല്യൂ 65, അതൊരു ഇൻറ്റിജറാണ്. അതുപോലെ ബിയുടെ ആസ്കി വാല്യൂ 66, അതൊരു ഇൻറ്റിജറാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും ഒരേ ക്ലാസ്സിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പറിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എന്ന് പറയുക. അപ്പോൾ 65 പോയിൻ്റ് ഇല്ലാത്തൊരു നമ്പറാണ്, 66 പോയിൻ്റ് ഇല്ലാത്ത നമ്പറാണ്. അപ്പോൾ എല്ലാ ആസ്കി വാല്യൂയും പോയിൻ്റ് ഇല്ലാത്ത നമ്പർ. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻറ്റും കെയറും ഒരുമിച്ച് ഒരേ കാറ്റഗറി ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് മറന്നേക്കും. തൽക്കാലം ഇത്രയും കാര്യം ഓർത്താൽ മതി. എന്ത് ഓർത്താൽ മതി? ഈ 2 പോയിൻ്റ് ഓർത്താൽ മതി. എന്താണ്? 1 ബൈറ്റ് മെമ്മറിയാണ് ക്യാരക്ടർ യൂസ് ചെയ്യുക, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മൾ C++നകത്ത് നമ്മളിവിടെ ഇൻറ്റിജറിന് പകരം കെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സിനകത്ത് എന്താ സ്റ്റോർ ചെയ്യാൻ പറ്റുക? നമ്പറല്ല സ്റ്റോർ ചെയ്യാൻ പറ്റുക. എക്സിനകത്ത് നമ്മൾ സാധാരണ ഗതിയിൽ എന്ത് സ്റ്റോർ ചെയ്യണം? എ എന്നോ ബി എന്നോ പോലെയുള്ള ക്യാരക്ടർ സ്റ്റോർ ചെയ്യണം അല്ലേ? ക്യാരക്ടറാണ് നമ്മൾ പിന്നെ സ്റ്റോർ ചെയ്യേണ്ടത്. സിംഗിൾ കോട്ടിനകത്ത് ഒരു സിംഗിൾ ക്യാരക്ടർ, അതാണ് ക്യാരക്ടർ. ഇപ്പോൾ ഇത് 1 ബൈറ്റ് മെമ്മറിയാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സ് എന്നുള്ളത് റാമിനകത്ത് 1 ബൈറ്റ് മെമ്മറിയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നൗ മറ്റൊരു സംഭവമാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഇൻ്റഗ്രൽ നമ്മൾ പറഞ്ഞു, ഇൻറ്റിജറിൻ്റെ ക്യാരക്ടർ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പിലെ മറ്റൊരു കാറ്റഗറിയായ ഫ്ലോട്ടിംഗ് പോയിൻ്റ്. പേര് കേട്ടാൽ അറിയാം, പോയിൻ്റുള്ള നമ്പറുകളായിരിക്കും സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പോയിൻ്റുള്ള നമ്പേഴ്സാണ് ഏതിൽ സ്റ്റോർ ചെയ്യുക? ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിൽ സ്റ്റോർ ചെയ്യുക. അതിനെ നമ്മൾ 2 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ഫ്ലോട്ട് എന്നും ഡബിൾ എന്നും 2 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. അതെന്താണെന്നും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്സ് അല്ലേ? ഇത് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് നമ്മൾ പറയാം. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്പിൽ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്പാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്പ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. വൺ ഈസ് കോൾഡ് ഫ്ലോട്ട്, ദ അതർ ഈസ് കോൾഡ് ഡബിൾ. 2 ഡാറ്റ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്
അപ്പോൾ നമുക്കറിയാം ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസിൽ എപ്പോഴും പോയിൻ്റുള്ള നമ്പറുകളാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ types are used to store numbers having fractional part. പോയിൻ്റ് ഉള്ള നമ്പറുകൾ, ഫ്രാക്ഷൻ ഉള്ളത് പോയിൻ്റ് ഉള്ള നമ്പറുകളെയാണ് ഇവിടെ സ്റ്റോർ ചെയ്യുക, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യുക. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പോയിൻ്റ് ഉള്ള നമ്പറുകൾ സ്റ്റോർ ചെയ്യാൻ. അതായത് 0.125 അല്ലെങ്കിൽ 10.23 അല്ലെങ്കിൽ 87678.03 ഇങ്ങനെ പോയിൻ്റ് ഉള്ള നമ്പറുകളെ സ്റ്റോർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞു 2 കാറ്റഗറി ഉണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡേറ്റ ടൈപ്പിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് ഫ്ലോട്ട്, ദ അതർ വൺ ഈസ് ഡബിൾ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡബിൾ ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്. ഓക്കെ, ഇതിനും പോയിൻ്റുള്ള നമ്പറാണ് സ്റ്റോർ ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത പിന്നെ 4 ബൈറ്റ്സ് മെമ്മറി യൂസ് ചെയ്യുന്നുള്ള. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് 2 പോയിൻ്റ് എഴുതാം. യൂസ്ഡ് ടു സ്റ്റോർ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ് പോയിൻ്റുള്ള നമ്പറുകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷൻ പാർട്ട്. രണ്ടാമത്തെ പോയിൻ്റ് ഇറ്റ് ടേക്സ് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. ഇൻറ്റിജറിനെ പോലെ തന്നെ 4 ബൈറ്റ് മെമ്മറിയാണ് ആരും യൂസ് ചെയ്യുന്നത്? ഇൻറ്റിജറിനെ പോലെ തന്നെ 4 ബൈറ്റ് മെമ്മറിയാണ് ആര് യൂസ് ചെയ്യുന്നത്? ഫ്ലോട്ട് ഡേറ്റ ടൈപ്പും യൂസ് ചെയ്യുന്നത്. ഇൻറ്റ് ഡേറ്റ ടൈപ്പും 4 ബൈറ്റ് മെമ്മറിയാണ് യൂസ് ചെയ്തിരുന്നത്, ശരിയല്ലേ? അതേപോലെ ഫ്ലോട്ടും 4 ബൈറ്റ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് 4 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യും. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്, 8 4 32 ബിറ്റ് ഉപയോഗിച്ചാണ് സ്റ്റോർ ചെയ്യുക. നമുക്കറിയാലോ ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാ. മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിൽ അതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ 2 കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഇത് നമുക്ക് അറിയാം, ഈ സംഭവം നമ്മൾ മറക്കരുത്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ് അപ്പം എല്ലാം ഇപ്പോഴും മാൻഡിസ എക്സ്പോണൻറ്റ് ഫോർമാറ്റിലാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യം, ഇതിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ വാല്യൂസാണ് സ്റ്റോർ ചെയ്യുക. മറ്റൊരു കാര്യം 4 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യും. ഇത് രണ്ടുമാണ് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അതേപോലെ ഫ്ലോട്ടിംഗ് പോയിൻ്റിൽ തന്നെ വേറെ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഡബിൾ. ഇതും നമ്മൾ വ്യത്യാസം എന്താ? രണ്ടും ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ യൂസ് ചെയ്യുക. പോയിൻ്റുള്ള വാല്യൂസാണ് ഇതിലും സ്റ്റോർ ചെയ്യുക. പക്ഷെ വ്യത്യാസം ഇത് പിന്നെ കുറേ കൂടി മെമ്മറി യൂസ് ചെയ്യും. 4 ബൈറ്റിന് പകരം പിന്നെ കമ്പൈലറിൻസ് വ്യത്യാസമുണ്ട്. 8 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇത് 4 ബൈറ്റ് മെമ്മറി ആണെങ്കിൽ ഡബിൾ എന്ത് യൂസ് ചെയ്യും? 8 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യും. 8 ബൈറ്റ് മെമ്മറി. അപ്പോൾ എന്താ, കുറേ വലിയ മെമ്മറി ഉണ്ടാകും. അപ്പോൾ കുറേ വലിയ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ യൂസ് ചെയ്യാം. 1 2 3 4 5 6 7 8 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യും. 8 ബൈറ്റ് മെമ്മറി. അപ്പോൾ വലിയ മെമ്മറി ആയിരിക്കും. വലിയ മെമ്മറി ആകുമ്പോൾ കുറേ വലിയ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സയൻറ്റിഫിക് ആപ്ലിക്കേഷനിലൊക്കെ ഇപ്പോൾ വലിയ വാല്യൂസ് വരും. ഇപ്പോൾ റോക്കറ്റ് ലോഞ്ചിങ് പിന്നെ അൽഗോരിതമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ ഓരോ ഫ്രാക്ഷണൽ വാല്യൂസിനും വളരെ പ്രധാനപ്പെട്ട സയൻറ്റിഫിക് ആപ്ലിക്കേഷനിൽ ഈ ചെറിയ ചേഞ്ചസ് പോലും വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് വലിയ ഫ്രാക്ഷണൽ വാല്യൂ ഉണ്ടാകും, വലിയ വാല്യൂസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 0.3141714827826827 ഇങ്ങനെ വലിയ പോയിൻ്റുള്ള വലിയ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? നമുക്ക് ഫ്ലോട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ഏത് ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കണം? ഡബിൾ ഉപയോഗിക്കണം. അപ്പോൾ വലിയ പിന്നെ പോയിൻ്റുള്ള വാല്യൂ ആണെങ്കിൽ ഏത് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യണം? ഡബിൾ എന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. ചെറിയ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണെങ്കിൽ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്താൽ മതി. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും. ചില കേസിൽ നമുക്ക് ഫ്ലോട്ട്
എക്സ് എന്ന് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യുക 0.134767 ഇത്രയൊക്കെ ഇവിടെ പോയിൻ്റാണ്, ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. പക്ഷേ നമുക്ക് വലിയ വാല്യൂ വേണമെങ്കിൽ ഇപ്പോൾ ഇതുപോലെയൊക്കെ ചെറിയ വാല്യൂ ആണെങ്കിൽ ഈ ഫ്ലോട്ട് യൂസ് ചെയ്യാം. നേരെ മറിച്ച് നമുക്ക് വലിയ വാല്യൂ ഇപ്പോൾ ഇതിനകത്ത് വലിയ വാല്യൂ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വലിയ വാല്യൂ യൂസ് ചെയ്യണമെങ്കിൽ വെരി ബിഗ് വാല്യൂസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഫ്ലോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഫ്ലോട്ടിലാകെ 4 ബൈറ്റേ ഉള്ളൂ, 4 ബൈറ്റ് മെമ്മറി ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറേ കൂടി വലിപ്പം വേണമെങ്കിൽ കുറച്ചും കൂടി മെമ്മറി വേണം. കുറച്ചുകൂടി മെമ്മറി വേണമെങ്കിൽ ഡബിൾ യൂസ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടിൻ്റെ പെർപ്പസ് ഒന്നാണ്. പോയിൻ്റുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലോട്ടാണെങ്കിലും പിന്നെ ഡബിൾ ആണെങ്കിലും രണ്ടും പോയിൻ്റുള്ള വാല്യൂസ് യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഫ്ലോട്ടിൻ്റെ ഇരട്ടി സ്പേസ് ഉണ്ട് ഡബിളിന്. അപ്പോൾ വലിയ പോയിൻ്റുള്ള വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡബിൾ യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. സോ എന്താ മനസ്സിലായത്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ് 2 ടൈപ്പ് ഉണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് FP എന്ന് വിളിക്കുകയാണെങ്കിൽ ആ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് ഫ്ലോട്ട് ടൈപ്പ് ഉണ്ട്, മറ്റൊന്ന് ഡബിൾ ഉണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം, നമുക്ക് പ്രോഗ്രാമിൽ എങ്ങനെ എഴുതാം, നമുക്ക് പ്രോഗ്രാമിൽ ഫ്ലോട്ട് എക്സ് എന്ന് എഴുതാം, അതേപോലെ നമുക്ക് പ്രോഗ്രാമിൽ ഡബിൾ വൈ എന്ന് എഴുതാം. എന്താ വ്യത്യാസം, ഫ്ലോട്ടും രണ്ടും പോയിൻ്റുള്ള നമ്പറുകളാണ് സ്റ്റോർ ചെയ്യുക, പോയിൻ്റുള്ള നമ്പേഴ്സ്, ഫ്രാക്ഷണൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ 4 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് 8 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഏകദേശം അതിൻ്റെ എത്രയോ ഇരട്ടി വലിയ സംഖ്യ പിന്നെ ഡബിൾ മെമ്മറി ഉള്ളതുകൊണ്ട് പിന്നെ ഈ ഡബിൾ ഡേറ്റ ടൈപ്പിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ എക്സിനകത്ത് നമുക്ക് ചെറിയ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വൈക്കകത്ത് നമുക്ക് വലിയ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ യൂസ് ചെയ്യാം, കാരണം ഇത് ഡബിൾ വൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വേണമെങ്കിൽ വേരിയബിൾ പല രീതിയിൽ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ഇൻഡ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്യാം, അല്ലേ, കെയർ സി എന്ന് ഡിക്ലെയർ ചെയ്യാം, നമുക്ക് ഫ്ലോട്ട് വൈ എന്ന് ഡിക്ലെയർ ചെയ്യാം, അല്ലേ, നമുക്ക് ഡബിൾ കെ എന്ന് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ പിന്നെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റിജറിൽ നമുക്ക് ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാം, ഇതിനകത്ത് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം, ഇതിനകത്ത് പോയിൻ്റുള്ള ചെറിയ വാല്യൂസ് സ്റ്റോർ ചെയ്യാം, ഇതിന് പോയിൻ്റ് ഉള്ള വലിയ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഡൺ. സോ ഡേറ്റ ടൈപ്പ് നമ്മളിതാ ഇവിടെ കഴിഞ്ഞിരിക്കുക അല്ലേ ഏകദേശം. ഇനി ഒരു ഡേറ്റ ടൈപ്പും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതാണ് വോയിഡ് ഡേറ്റ ടൈപ്പ്. വോയിഡ് ഡേറ്റ ടൈപ്പിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് വോയിഡ് ഡേറ്റ ടൈപ്പ്? സി, the data type void is a keyword and it indicates empty set of data. ഡേറ്റ ഇല്ലാത്ത അവസ്ഥയെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്, empty set of data, empty data. empty ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാനാണ്, empty ഡേറ്റയെ ഡേറ്റ ഇല്ലാത്ത അവസ്ഥയെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഏത് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുക, വോയിഡ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. ഇത് എവിടെയാണ് ഉപയോഗിക്കുക, നമ്മൾ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ എവിടെയാണ്. അപ്പോൾ empty ഡേറ്റ ആയതുകൊണ്ട്, ഡേറ്റ ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ട് ഇത് എത്ര മെമ്മറി ഉണ്ടാവും, 0 ബൈറ്റ് മെമ്മറിയാണ് വോയിഡ് യൂസ് ചെയ്യുക. 0 ബൈറ്റ് മെമ്മറി വോയിഡ് യൂസ് ചെയ്യുന്നത് 0 ബൈറ്റ് മെമ്മറിയാണ്. വോയിഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇല്ലാത്ത അവസ്ഥയെയാണ് വോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മെമ്മറീൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് 0 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യുന്നത്. എന്തിനാണ് വോയിഡ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ അടുത്ത വർഷം പഠിക്കും. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മൾ എല്ലാ ഡേറ്റ ടൈപ്പും ഡിസ്കസ് ചെയ്തു അല്ലേ. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ. നമുക്കറിയാം C++ൽ പല ടൈപ്പ് ഡേറ്റ ഉണ്ട് അല്ലേ. യൂസർ ഡിഫൈൻഡ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ട്. യൂസർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഡേറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി ഉള്ള ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന പുതിയ ഡേറ്റ ടൈപ്പ്. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പിന് എക്സാമ്പിളാണ് ക്ലാസ്, സ്ട്രക്ചർ. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിന് എക്സാമ്പിളാണ് എന്ത്, പിന്നെ അരേ, പോയിൻ്റർ ഇതെല്ലാം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാനുള്ള ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ C++ സ്വന്തമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓൾറെഡി C++ലുള്ള ഡേറ്റ ടൈപ്പ്. ഇതിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഇൻ്റഗ്രൽ, ഫ്ലോട്ടിംഗ് പോയിൻ്റ്, വോയിഡ്. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ, ഫ്രാക്ഷൻ പാർട്ടില്ലാത്ത നമ്പറുകൾ. അപ്പോൾ നമ്പറാണ് സ്റ്റോർ ചെയ്യുമെങ്കിൽ ഇൻറ്റ് ഉപയോഗിക്കും,
ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ കെയർ ഉപയോഗിക്കും. എല്ലാ ക്യാരക്ടറിനും ഒരു ആസ്കി വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഇത് ഈ ഇൻ്റഗ്രലിൽ വരാൻ കാരണം. ക്യാരക്ടർ ഒരു ക്യാരക്ടറായിട്ടല്ല സ്റ്റോർ ചെയ്യുക, മറിച്ച് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുക, നമ്മളൊരു നമ്പറായിട്ടാണ് സ്റ്റോർ ചെയ്യുക. ദെൻ വോയിഡ് ഡാറ്റ ടൈപ്പ്, ഒരു ഡാറ്റ ഇല്ലാത്ത അവസ്ഥയാണ് വോയിഡ് ഡാറ്റ ടൈപ്പ്. ഇത് 0 ബൈറ്റ് യൂസ് ചെയ്യും, ഇത് 0 ബൈറ്റ് യൂസ് ചെയ്യും, ഇത് 4 ബൈറ്റ് യൂസ് ചെയ്യും, 4 ബൈറ്റ്സ്, ഇത് 1 ബൈറ്റ് യൂസ് ചെയ്യും, 1 ബൈറ്റ്. പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്. ഇത് 4 ബൈറ്റ് യൂസ് ചെയ്യും, ഇത് 8 ബൈറ്റ് യൂസ് ചെയ്യും. ചെറിയ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ ഇത് മതി. ചെറുത് എന്ന് പറഞ്ഞാൽ വലിയ ചെറുതൊന്നും അല്ല കേട്ടോ, കുറച്ചൊക്കെ വലിയ വലുപ്പമുള്ള, പക്ഷെ വലിയ വെരി ബിഗ് നമ്പർ വരുമ്പോൾ മാത്രമാണ് എങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ, ഡബിളിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. വെരി വെരി ബിഗ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഡബിളിലേക്ക് പോകേണ്ടി വരും, പോയിൻ്റുള്ള നമ്പറുകൾ. ഓക്കെ, നൗ ദാറ്റ് ഇസ് ഡൺ. അപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്സ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. ഡാറ്റ ടൈപ്പായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളെ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ മനസ്സിലാവും. ഇതിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കെയർ ഡാറ്റ ടൈപ്പ് ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക, 1 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യുക. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -128 ടു +127 വരെയാണ്. കാരണം ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാം 256 വ്യത്യസ്ത ക്യാരക്ടർ സ്റ്റോർ ചെയ്യാമെന്നല്ലോ. അപ്പോൾ അത് -128 മുതൽ +127 വരെ ആകുമ്പോൾ 256 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ റേഞ്ച് ഈ വാല്യൂ നിങ്ങൾ ഓർക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഓർത്തിരിക്കുകയും ചെയ്യാം. നൗ ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ വാല്യൂസാണ് സ്റ്റോർ ചെയ്യുക, 4 ബൈറ്റ് മെമ്മറിയാണ്. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഇതാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട കേട്ടോ, ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ ഇതാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാം, 4 ബൈറ്റ് സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് അറിയണം. ഈ വാല്യൂ നിങ്ങൾ ഓർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും വലിയ വാല്യൂ സ്റ്റോർ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഫ്ലോട്ടിംഗ് പോയിൻ്റ് 2 രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഫ്ലോട്ട്, ഡബിൾ. ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആണ്, 4 ബൈറ്റ് യൂസ് ചെയ്യുന്നു. ഇത് കണ്ടോ, 3.14 × 10⁻38, അതായത് 3.4 ഗുണിക്കണം 1ൻ്റെ കൂടെ എത്ര 38 പൂജ്യം ചേർത്താൽ എത്ര വലിയ സംഖ്യയാണ്, അത്രയും വലിയ സംഖ്യ 38 പൂജ്യം ചേർത്താൽ എത്ര വലിയ സംഖ്യ, അത്രയും വലിയ സംഖ്യ ഫ്ലോട്ടിൽ സ്റ്റോർ ചെയ്യാം എന്നാണ്. ഓക്കെ ഓക്കെ, മിനിമം വാല്യൂ നെഗറ്റീവ് വാല്യൂ ദിസ്. ഓക്കെ, ഇനി ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റ് യൂസ് ചെയ്യും. ഈ നമ്പറൊന്നും നിങ്ങൾ ഓർക്കണ്ട കേട്ടോ, ഈ നമ്പറൊന്നും യൂസ് ചെയ്യുക ഓർക്കണ്ട. ശ്രദ്ധിക്കുക, ഡബിൾ എന്ന് പറയുമ്പോൾ 8 ബൈറ്റ്സ് മെമ്മറി യൂസ് ചെയ്യും. ഫ്ലോട്ട് ആണെങ്കിൽ 4 ബൈറ്റ്സ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വോയിഡ് എന്ന് പറഞ്ഞാൽ നൾ ഡാറ്റ, ഡാറ്റ ഇല്ലാത്ത എം ടി ഡാറ്റ, എം ടി ഡാറ്റ ഇല്ലാത്ത അവസ്ഥ, അതാണ് നൾ എന്ന് പറഞ്ഞാൽ എം ടി ഇല്ലാത്ത ഡാറ്റ ഇല്ലാത്ത അവസ്ഥ. ദാറ്റ്സ് എ നൾ. 0 ബൈറ്റ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് വേരിയബിൾസ്. അറിയാം അല്ലേ, നമ്മൾ പ്രോഗ്രാമിൽ ഇഷ്ടംപോലെ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ചില പ്രോഗ്രാംസ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഈ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഐ എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഡേ നെയിം ആണെങ്കിൽ ഇവിടെ DN എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വേരിയബിൾ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഇസ് വേരിയബിൾ? വേരിയബിൾസ് ആർ നെയിംസ് ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻസ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റാമിനകത്ത് നമ്മൾ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ് വേരിയബിൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ പ്രോഗ്രാമിൽ നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൻ്റെ റാമിൽ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക, നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സ് ഒരു വേരിയബിളാണെന്ന് നമുക്കറിയാം, പക്ഷേ എക്സ് ഒരു മെമ്മറിയാണ്, റാമിനകത്തുള്ള ഒരു മെമ്മറിയാണ് എക്സ്. അപ്പോൾ ഇൻറ്റിജർ ആയതുകൊണ്ട് എത്ര ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും? 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. സോ വാട്ട് ഈസ് എ വേരിയബിൾ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് മെമ്മറി ലൊക്കേഷൻ, ഒരു മെമ്മറിയുടെ ലൊക്കേഷൻ്റെ പേരാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഇൻറ്റ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് എന്നുള്ളത് ഒരു മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ്. റാമിനകത്ത് ഒരു മെമ്മറി എടുക്കും, 4 ബൈറ്റ് മെമ്മറി എടുക്കും, അതിനൊരു പേര് കൊടുക്കും എക്സ്. എക്സ് എന്നുള്ളത് ഈ മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ്. മനസ്സിലായല്ലോ? സോ നമ്മളെപ്പോഴും വേരിയബിൾ എന്ന് നമ്മൾ പറയുമെങ്കിലും
ആ എപ്പോഴും വേരിയബിൾ എന്ന് പറയുന്ന നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ റാമിനകത്തുള്ള ഒരു ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ് വേരിയബിൾ. ഓക്കെ, നൗ ഒരു വേരിയബിളിന് പ്രധാനമായിട്ടും 3 ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളുണ്ട്. ഒരു വേരിയബിളിന് നമ്മൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം വേരിയബിളിന് ഒരു പേരുണ്ടായിരിക്കും. 2 വേരിയബിളിന് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം വേരിയബിളിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പം ഒരു വേരിയബിളിന് 3 കാര്യങ്ങളുണ്ട്. എന്താണ്? ഒരു വേരിയബിൾ എടുക്കുകയാണെങ്കിൽ ആ വേരിയബിളിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? വേരിയബിളിനൊരു നെയിം ഉണ്ടായിരിക്കും, വേരിയബിളിനൊരു മെമ്മറി അഡ്രസ്സ് ഉണ്ടായിരിക്കും, വേരിയബിളിനകത്ത് കോണ്ടൻറ്റ് ഉണ്ടായിരിക്കും, ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇതെന്ന് നോക്കാം. എന്താണ് വേരിയബിൾ നെയിം എന്ന് പറഞ്ഞാൽ? നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിംബോളിക് നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ. അത്ര എഴുതിയാൽ മതി. ഇറ്റ്സ് എ സിംബോളിക് നെയിം, ഒരു സിമ്പിളാണ് ഗിവൺ ടു, അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ ആണ് ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ. ഉദാഹരണമായിട്ട് നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതാണ് വേരിയബിളിൻ്റെ പേര്. ഇത് ഒരു മെമ്മറി ലൊക്കേഷൻ്റെ പേരാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? മെമ്മറി ഹാസ് അഡ്രസ്. ഈ മെമ്മറിക്ക് റാമിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഉദാഹരണം, ഇപ്പം മെമ്മറി ഇതാണ് റാം എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ റാം എന്ന് വിചാരിക്കുക. ഇപ്പോൾ റാമിനകത്ത് കുറേ സെൽസ് ഉണ്ടാവും, കുറേ സെല്ലുകൾ ഉണ്ടാവും, കുറേ ലൊക്കേഷൻസ് ഉണ്ടാവും. ഓരോ ലൊക്കേഷനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് 1001 ആണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് 1002 ആവും, ഇതിൻ്റെ അഡ്രസ്സ് 1003 ആവും, ഇതിൻ്റേത് 1004 ആകും. അങ്ങനെ ദിസ് ഇസ് 1005. അങ്ങനെ ഓരോ ലൊക്കേഷനും എന്തുണ്ടാവും? ഓരോ ലൊക്കേഷനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. റാമിനകത്ത് ഓരോ സെല്ലിനും ഓരോ ബൈറ്റിനും ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓരോ ബൈറ്റിനും ഓരോ സെല്ലാന്ന് വിളിക്കുക. ആ ഓരോ ബൈറ്റിനും ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതിനെയാണ് നമ്മൾ മെമ്മറി അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്, മെമ്മറി അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് പിന്നെ മെമ്മറി അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെമ്മറി അഡ്രസ്സ്? എവറി സെല്ല് അല്ലേ, എവറി സെല്ല് ആസ് എ മെമ്മറി അഡ്രസ്സ്. ഇപ്പോൾ റാമിനകത്തുള്ള എല്ലാ സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ടാകും. ആ സെല്ലുകളിലാണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുക. ഓരോ സെല്ലും സാധാരണ ഓരോ ബൈറ്റാണ്. അപ്പോൾ ഓരോ ബൈറ്റിനും ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഒരു വേരിയബിളിന് നെയിം ഉണ്ട്, മെമ്മറി അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ റാം എന്ന് വിചാരിക്കാം. ഈ റാമിന് കുറേ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്തു. നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇവിടെ 4 ബൈറ്റ് മെമ്മറി. അപ്പോൾ ഇവിടെ എവിടെയാണ് 4 ബൈറ്റ് കിട്ടുക? ഇത് എടുക്കാമെന്ന് വിചാരിക്കാം. 4 ബൈറ്റ് മെമ്മറി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഓരോ ബൈറ്റിനും അഡ്രസ്സ് ഉണ്ടാവും. 1001, ഇത് 1001, ഇത് 1002, ഇത് 1002, 1003, 1004, 1005, 1006, 1007, 1008 അല്ലേ. ഇതിൻ്റെ അഡ്രസ്സ് 1009 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ അഡ്രസ്സ്, ഫസ്റ്റ് ലൊക്കേഷൻ്റെ അഡ്രസ്സ് 1009, ഇത് 1010, ഇത് 11, ഇത് 12 അങ്ങനെ വരും. ഓരോ ലൊക്കേഷനും അഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. ഇനി ഈ ലൊക്കേഷനിൽ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. വാല്യൂ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇൻഡെക്സ് എന്ന് ഡിക്ലെയർ ചെയ്തു, എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ലൊക്കേഷനിൽ ഈ ഏരിയയിൽ 10 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ബൈനറിയിൽ 10 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യും ഈ ലൊക്കേഷനകത്ത്. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ട്, അതിനകത്തൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനാണ് നമ്മൾ കണ്ടൻറ്റ് എന്ന് പറയാം. ഒന്നുകൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ റാമിനകത്ത് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യും. അതിനൊരു പേര് കൊടുക്കും എക്സ്. ഈ മെമ്മറിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് 1001 എന്നാണ് ഇതിൻ്റെ അഡ്രസ്സ് എങ്കിൽ, അപ്പോൾ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ എക്സിനകത്ത് 10 എന്ന് വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഈ മെമ്മറിയുടെ അഡ്രസ്സ് 1001 ആണെങ്കിൽ ഇതിനകത്തുള്ള കണ്ടൻറ്റ് 10 ആണ്. ഓരോ ലൊക്കേഷനും ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ ലൊക്കേഷനിൽ നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വേരിയബിളിൻ്റെ നെയിം എന്താണ്? എക്സ്. ഇതിൻ്റെ അഡ്രസ്സ് എത്രയാണ്? 1001. അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് എന്താണ്? 10. ഒന്നുകൂടെ പറയട്ടെ, സിമ്പിളാണ്. മെമ്മറിക്ക്
റാമിനകത്ത് ഉള്ള മെമ്മറിക്ക് ഓരോ മെമ്മറിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് 1021 വിചാരിക്കുക. ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻറ്റ് എക്സ് എന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഈ മെമ്മറി എക്സിന് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എക്സ് ആണ് വേരിയബിൾ നെയിം. ഇനി എക്സ് ഈസ് ഈക്വൽ ടു 125 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സ്റ്റോർ ചെയ്യും? 125 സ്റ്റോർ ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഈ വേരിയബിളിൻ്റെ പേരെന്താണ്? നെയിം എന്താണ്? എക്സ്. ഈ വേരിയബിളിൻ്റെ അഡ്രസ്സ് എത്രയാണ്? മെമ്മറിയുടെ അഡ്രസ്സ് 1021. അതിൽ സ്റ്റോർ ചെയ്ത കോണ്ടൻറ്റ് എന്താണ്? 125. ഓക്കെ. ഈ പിന്നെ അഡ്രസ്സിനെ നമ്മൾ എൽ വാല്യൂ എന്ന് വിളിക്കും. എന്താണ്? എൽ വാല്യൂ. വേരിയബിളിൻ്റെ അഡ്രസ്സിനെ എൽ വാല്യൂ, കോണ്ടൻറ്റിനെ നമ്മൾ ആർ വാല്യൂ എന്ന് വിളിക്കും. കാരണം ഈ വാല്യൂ ഇപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് ലെഫ്റ്റ് സൈഡാണ്. ഈ അഡ്രസ്സുള്ള ലൊക്കേഷനിലേക്കാണ് എന്ത് സ്റ്റോർ ചെയ്യണത്? ഈ വാല്യൂ സ്റ്റോർ ചെയ്യണത്. അതുകൊണ്ട് ഇത് റൈറ്റ് സൈഡിലുള്ള വാല്യൂ, ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ള അതിൻ്റെ അഡ്രസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അഡ്രസ്സിനെ റൈറ്റ് സൈഡിലുള്ളത് അതിൻ്റെ വാല്യൂ ആണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയാം, പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ ഇൻഡെക്സ് എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ എക്സ് എന്നുള്ളൊരു മെമ്മറി ഉണ്ടാവും പേരിൽ. അതിനൊരു അഡ്രസ്സ് ഉണ്ടാവും 1024 വിചാരിക്കുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ 10 എന്ന് കൊടുത്താൽ അതിലൊരു വാല്യൂ ഉണ്ടാവും, ഇത് 10. ഓക്കെ. ഇതാണ് അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അഡ്രസ്സ്. ഈ അഡ്രസ്സ് പറയുന്ന മറ്റൊരു പേരാണ് എൽ വാല്യൂ. ഇതാണ് അതിൻ്റെ കോണ്ടൻറ്റ്. ഈ കോണ്ടൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ആർ വാല്യൂ. ഡൺ. മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് വേരിയബിൾ എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? വേരിയബിൾ ഇത് അവിടെ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4 ബൈറ്റുള്ള മെമ്മറിയാണ്, കണ്ടോ അല്ലേ? അപ്പോൾ ഇതിന് ആദ്യത്തെ അഡ്രസ്സ് 1001, അടുത്ത ലൊക്കേഷൻ്റെ 1002, 1003, 1004. ഇത് അതിനകത്തുള്ള കോണ്ടൻറ്റ്. ഇതാണ് അതിൻ്റെ എൽ വാല്യൂ ആയിട്ട് എടുക്കുക, ആദ്യത്തെ അഡ്രസ്സ്. ഇതിനകത്തുള്ള കോണ്ടൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ആർ വാല്യൂ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ? The address is also called L value of the variable. അതുപോലെ content, the value stored in the location is called content of the variable. This is also called R value. അപ്പോൾ കണ്ടൻറ്റിനെയാണ് ആർ വാല്യൂ എന്ന് വിളിക്കുക. കണ്ടൻറ്റിനെ എന്ത് വിളിക്കും? ആർ വാല്യൂ എന്ന് വിളിക്കും. അഡ്രസ്സിനെ എന്ത് വിളിക്കും? എൽ വാല്യൂ എന്ന് വിളിക്കും. ഓക്കെ. ഇപ്പോൾ ഒരു വേരിയബിളിന് 3 കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. വേരിയബിളിന് 3 കാര്യമുണ്ട്. വേരിയബിളിന് ഒരു പേരുണ്ടായിരിക്കും, വേരിയബിളിനൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതിനകത്തൊരു കോണ്ടൻറ്റ് ഉണ്ടായിരിക്കും, വാല്യൂ ഉണ്ടായിരിക്കും. അഡ്രസ്സിനെ നമ്മൾ എൽ വാല്യൂ എന്ന് വിളിക്കും, കോണ്ടൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ആർ വാല്യൂ എന്ന് വിളിക്കും. ഡൺ. ഓക്കെ. ഇനി അടുത്ത സെഷനിൽ നമ്മൾ എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് വിശദമായിട്ട് പഠിക്കും. വളരെ സിമ്പിളാണ്, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പ്ലസ്, മൈനസ്, ഡിവൈഡ്, മോഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആയിരിക്കും അടുത്ത ക്ലാസ്സിലെ ഡിസ്കഷൻ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്തായിരുന്നു? അതൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നെ ആൽഫബറ്റ്സ് അല്ലേ, ക്യാരക്ടർ സെറ്റും, C++ലെ ക്യാരക്ടർ സെറ്റും, അതുപോലെ ടോക്കൺസ് അല്ലേ. ഈ ടോക്കൺസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അറിയാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാം എടുത്ത് ഇതൊക്കെ ഏത് ടൈപ്പ് ടോക്കണാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു പല ടൈപ്പ് ടോക്കൺ ഉണ്ട്, 5 ടൈപ്പ് ടോക്കൺ ഉണ്ട് അല്ലേ? എന്താണ്? കീവേഡ്, ഐഡൻറ്റിഫയർ അല്ലേ, പിന്നെ ഐഡൻറ്റിഫയർ, ലിറ്ററൽസ് അഥവാ കോൺസ്റ്റൻസ്, പിന്നെ punctuators, then operators. ഇത്രയും ടൈപ്പ് ടോക്കൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യുക ഏതൊക്കെ ടോക്കണാണ്. ഹാഷ് എന്നുള്ളത് പങ്ക്ച്വേറ്ററാണ്, ഇൻക്ലൂഡ് കീവേഡായിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് പങ്ക്ച്വേറ്റർ. ഇത് ഒരു ഫയലിൻ്റെ പേരാണ്, അതുകൊണ്ട് ഐഡൻറ്റിഫയർ എന്ന് പറയാം. ദിസ് വൺ പങ്ക്ച്വേറ്റർ, യൂസിങ് കീവേഡാണ്, നെയിം സ്പേസ് കീവേഡാണ്. ഇതൊരു നെയിം സ്പേസിൻ്റെ പേരാണ്, ഐഡൻറ്റിഫയറാണ്. ഇത് ഈ സെമി കോളൻ എന്നുള്ള പങ്ക്ച്വേറ്ററാണ്. ഇൻഡ് കീവേഡ്, മെയിൻ ഒരു ഫംഗ്ഷൻ്റെ പേരാണ് ഐഡൻറ്റിഫയർ.
ഇത് രണ്ടും പങ്ക്ച്വേറ്റർ, ദിസ് ഇസ് പങ്ക്ച്വേറ്റർ, ദിസ് ഇസ് കീവേഡ്, ദിസ് ഇസ് ഐഡൻറ്റിഫയർ അല്ലേ. ഇത് സി ഇന്നും സി ഔട്ടും ഐഡൻറ്റിഫയർ ആണ്, വേരിയബിൾസ് ആണ് നമുക്കറിയാം അല്ലേ. ദീസ് ആർ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പിന്നെ പഠിക്കും. ഇത് ലിറ്ററലാണ്, സ്ട്രിങ് ലിറ്ററലാണ് അല്ലേ, സ്ട്രിങ് ലിറ്ററലാണ് ശരിയല്ലേ. സീന് സി ഔട്ട് എന്താണ്, ഐഡൻറ്റിഫയർ ആണ്, ഇത് ഓപ്പറേറ്റർ ആണ്, ഇത് വേരിയബിൾ ആണ്, ഐഡൻറ്റിഫയർ ആണ്, ഈ സെമി കോളൻ പങ്ക്ച്വേറ്റർ ആണ്, ഇഫ് കീവേഡ് ആണ്, ദെൻ പങ്ക്ച്വേറ്റർ, ദെൻ ദിസ് വൺ ഐഡൻറ്റിഫയർ, ദിസ് ഇസ് ഓപ്പറേറ്റർ അല്ല ഓപ്പറേറ്റർ, ഈക്വാലിറ്റി ഓപ്പറേറ്റർ, ദെൻ ദിസ് ഇസ് കോൺസ്റ്റൻറ്റ് ലിറ്ററൽ, ഇൻറ്റിജർ ലിറ്ററൽ അല്ലേ, 1 ഇൻറ്റിജർ ലിറ്ററൽ, ദിസ് ഇസ് punctuator, this is punctuator, this is punctuator, this is identifier, this is operator, sorry, this is operator. ഈ സൺഡേ എന്ന് ഡബിൾ കോട്ട്സിലെ സ്ട്രിങ് ലിറ്ററൽ ശരിയല്ലേ. അതേപോലെ തന്നെ എൽസ് കീവേഡ് ആണ്, ഇഫ് കീവേഡ് ആണ്, ബ്രേക്കറ്റ് പങ്ക്ച്വേറ്റർ ആണ്, ഡി എൻ വേരിയബിൾ ഐഡൻറ്റിഫയർ ആണ്, ഓപ്പറേറ്റർ ആണ്, ഇത് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റിജർ ലിറ്ററൽ ആണ്, ഇത് പങ്ക്ച്വേറ്റർ ആണ്, ഇത് പങ്ക്ച്വേറ്റർ ആണ്, ഇത് ഐഡൻറ്റിഫയർ ആണ്, ഇത് ഓപ്പറേറ്റർ ആണ്, ഇത് ദിസ് വൺ ഈസ് സ്ട്രിങ് ലിറ്ററൽ ആണ്, സെമി കോളൻ പങ്ക്ച്വേറ്റർ ആണ്. അപ്പോൾ ഏകദേശം എന്താണ് ഈ പങ്ക്ച്വേറ്റർ ഓപ്പറേറ്റർ എന്ന സംഭവം. ദിസ് ഇസ് സ്ട്രിങ് ലിറ്ററൽ അല്ലേ. നേരെ മറിച്ച് ഇത് ഇൻറ്റിജർ ലിറ്ററൽ, ഇത് സ്ട്രിങ് ലിറ്ററൽ, ഇത് ഐഡൻറ്റിഫയർ അല്ലേ. റിട്ടേൺ കീവേഡ് 0 ഇൻറ്റിജർ ലിറ്ററൽ, അതിനകത്ത് സെമി കോളൻ പങ്ക്ച്വേറ്റർ, ദിസ് ഇസ് പങ്ക്ച്വേറ്റർ റൈറ്റ്. സോ ഐ തിങ്ക് വി ഹാവ് done everything so far, so we are going to stop this session.